എന്താ ആന്റി? ആന്റി വല്ല സ്വപ്നം കൊണ്ട് നിൽക്കുവാണോ? ആന്റി വേണം പ്രണവിനെ പിടിച്ചോണ്ട് പോയി ചെയർപേഴ്സൺ കസേരയിൽ ഇരുത്താൻ. ആന്റി എപ്പോഴും പറയാറില്ലേ ഇത്തരം കാര്യങ്ങളില് ആന്റിക്ക് നല്ല രാശിയാണെന്ന്. ആ രാശി പ്രണവിന് കിട്ടിക്കോട്ടെ. അത് മാത്രമല്ല, ആന്റി ഈ കമ്പനിയെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചതല്ലേ. അപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആന്റിക്ക് ഒരു അവസരം തരണമല്ലോ. ചെല്ലാൻറ്റി, പ്രണവിനെ പിടിച്ച് ആ ചെയർ കൊണ്ടിരുത്ത്. എന്താ ആന്റി? നിന്നെ ഞാൻ ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്താം. വാ. ഓൾ ദി ബെസ്റ്റ് പ്രണവ്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് മുകളിലേക്ക് ശിവാനി എന്റർപ്രൈസസിനെ എത്തിക്കാൻ പ്രണവിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു ശിവാനി. നീ എന്നെ ഈ ഓഫീസിന്റെ ഒരു മൂലയിലേക്ക് ചവിട്ടി ഒതുക്കിയല്ലേ? ഈ ഓഫീസിന്റെ മൂലയിൽ മാത്രമല്ല വസുന്ധര, ഈശ്വരമംഗലം വീട്ടിൽ പോലും നിങ്ങളൊന്നും അല്ലാതാവും. സത്യമാണോ സജീവ നീ പറയുന്നേ? ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങൾക്കും ഞാൻ സാക്ഷ്യം വഹിച്ചതല്ലേ മാഡം. രാവിലെ തന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ബോർഡുകളും എടുത്തു മാറ്റി. പകരം ശിവാനി എന്റർപ്രൈസസ് എന്ന ബോർഡ് വെച്ച് കഴിഞ്ഞു. എന്തായാലും ശിവാനി മാഡം ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടിക്കുകയാണ്. പ്രണവ് സാറിനെ ചെയർമാൻ കസേരയിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, വസുന്ധര മാഡത്തിന് ഒന്നും അല്ലാതാക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. എല്ലാ ചരടും ഇപ്പൊ ശിവാനി മാഡത്തിന്റെ കയ്യിലാണെന്ന് ഉറപ്പായി. ഉള്ളത് പറഞ്ഞാൽ പ്രണവ് സാറിന് പോലും ഇനി ഈ കമ്പനിയിൽ ഒരു വോയിസ് ഉണ്ടാവും തോന്നുന്നില്ല. നോക്ക് സജീവ, ഇനി സജീവന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ആ ഓഫീസിൽ നടക്കുന്ന ഓരോ ചലനവും അപ്പപ്പോ എനിക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. കേട്ടല്ലോ? ശരി മാഡം. ഞാനിപ്പോ ഈ ഓഫീസിലേക്ക് വരുന്നത് പോലും അതിനുവേണ്ടിയാണല്ലോ. ശരി സജീവ, ഇനി ആർക്ക് സംശയം തോന്നണ്ട, ഫോൺ വെച്ചോ. ആരാ ജ്യോതി? സജീവനായിരുന്നു. ശിവാനി എന്റർപ്രൈസസിന്റെ വിശേഷങ്ങൾ പറഞ്ഞതാ. ശിവാനി എന്റർപ്രൈസസോ? ശിവാനി അവളുടെ വാശി അതുപോലെ സാധിച്ചെടുത്തു. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ബോർഡുകളെല്ലാം എടുത്ത് അവള് ദൂരെ കളഞ്ഞു. പകരം ശിവാനി എന്റർപ്രൈസസ് എന്ന പുതിയ പേരിട്ട് കഴിഞ്ഞുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതുമാത്രമല്ല, ആ വസുന്ധരെ നോക്കൂത്തിയാക്കിക്കൊണ്ട് പ്രണവിനെ അവള് ചെയർമാൻ കസേരയെ കൊണ്ട് ഇരുത്തുകയും ചെയ്തു. ഊഹിച്ചതിനേക്കാൾ അപ്പുറം പ്രവർത്തിക്കുന്നവളാണ് ശിവാനിയെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ ഈ പോക്കിന് അല്പം വേഗത കൂടുതലാണല്ലോ ജ്യോതി. പരമാവധി വേഗത്തിൽ അവര് പോട്ടെ CKC. എന്നാലല്ലേ അത് എവിടെയെങ്കിലും കൊണ്ടു ചെന്ന് ഇടിച്ചു നിൽക്കൂ. കുറച്ച് മുദ്രക്കടലാസുകളിലെല്ലാം സ്വന്തം പേരിലേക്ക് തുല്യം ചാർത്തി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ടനും ആ മണ്ടന് കുടപിടിക്കുന്ന ഒരു വിഡ്ഢി ഭാര്യയും മതി. നമുക്ക് ജയിക്കാൻ ഇതിൽ കൂടുതൽ എന്താ ജ്യോതി വേണ്ടത്? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നതിന് പകരം ശിവാനി എന്റർപ്രൈസസ് എന്ന ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അധികാരം കയ്യിലൊതുങ്ങിയെന്ന് ചിന്തിക്കുന്ന ശിവാനി, ചെയർമാൻ കസേരയിൽ കയറി ഞെളിഞ്ഞിരുന്നാൽ ബിസിനസ് ലോകം തന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രണവ് മതി. ഇത്രയും തന്നെ ധാരാളമാണ് CKCക്ക് അവനെയും അവന്റെ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കി വിജയക്കൊടി പാറിക്കാൻ. പക്ഷേ വസുന്ധര മാത്രമേ ഒതുങ്ങിയിട്ടുള്ളൂ. മുറിവേറ്റ 2 പക്ഷികൾ പുറത്തുണ്ട്. ഗൗതമും നിധിയും. ഏത് ചാരത്തിൽ നിന്നും പറന്നുയരാൻ കരുത്തുള്ളവരാണ് 2 എണ്ണം. പക്ഷേ അവരെനിക്ക് പേടിയില്ല. കാരണം ഇനി പറന്നുയരാനാവാത്ത വിധം അവരുടെ ചിറകുകൾ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ ലക്ഷ്യം പ്രണവും ശിവാനിയും മാത്രമാണ്. പതുക്കെ പതുക്കെ അവരെ തകർക്കണം. പിന്നെ ഗൗതം പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തെ എന്നിലേക്ക് ലയിപ്പിച്ച് ചേർക്കണം. അതിനും ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ.
പാറു ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ ഗ്യാസ് കയറിയാലും അപ്പൊ തന്നെ ഐസിയുൽ ഇട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് ആണ്, ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കളയുമല്ലോ. അങ്ങനൊന്നല്ല നിർമ്മല, കാര്യമൊക്കെ ഇവിടെ വന്ന് വിശദമായി പറഞ്ഞു. അല്ല, നിങ്ങളിത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുവാണോ അതോ ഷോപ്പിങ്ങിന് പോയിട്ട് വരുവാണോ? ഈശ്വരമംഗലത്ത് നിന്ന് ഉടുതുണിയുമായിട്ട് ഇറങ്ങി പോകുന്നതല്ലേ. അത്യാവശ്യം വാങ്ങിയ ഓരോ ജോഡി ഡ്രസ്സ് വെച്ചാ ഞങ്ങൾ മൂന്നുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടാലും മാന്യമായിട്ട് ജീവിച്ചല്ലേ പറ്റുള്ളൂ. നാളെ മുതൽ ജോലി തേടി ഇറങ്ങാൻ പോവാ. ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന പേരാ ഇനി എനിക്ക് ഭാരമാവാൻ പോകുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ജോലി ഒപ്പിച്ചെടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ അമ്മയുടെ ഒരു മാല പണയത്തിലായി. ഇനി ഓരോന്നോരോന്നായിട്ട് പണയം വെക്കേണ്ടി വരും. അതൊന്നുമില്ല. ഗൗതമിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഉടൻ തന്നെ മാന്യമായ ഒരു ജോലി കിട്ടും. മാന്യത ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ എന്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഈശ്വരമംഗലത്തായിപ്പോയി. അതൊരു പ്രശ്നമാണ്. അതിൽ ടെൻഷൻ ആവുന്നത് എന്തിനാ ഗൗതം? നമ്മുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഡിജി ലോക്കറിലാക്കിയല്ലോ. അതിൽ നിന്നൊരു പ്രിന്റ് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലായനെ. എന്റെ ഉണ്ടായിരുന്ന ഒന്നിന്റെ പണി കഴിഞ്ഞിരിക്കുക. എല്ലാം ശരിയാവുന്നേ. നിങ്ങൾ വന്നേ. രോഗിയെ വന്ന പാടെ ഇവിടെ നിർത്തല്ലേ. വാ വാ വന്നേ. ഇവിടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോണോന്നും എന്തൊക്കെ നടക്കണമെന്നും തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾ മാത്രം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും പ്രണവും. ഞങ്ങൾ മാത്രം. ഈ ഓഫീസിലെ മുഴുവൻ അധികാരവും ഇനി പ്രണവിനും എനിക്കും മാത്രമായിരിക്കും. മറ്റൊരാളുടെയും വാക്കുകൾക്ക് ഇവിടെ ഒരു വിലയും ഉണ്ടാവില്ല. എത്രയായി ചേട്ടാ?